ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മളിത് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ പ്രോസസ്സ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ്റെ എറ്റിമോളജി നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കമ്മ്യൂണിസ്, കമ്മ്യൂണിക്കേർ തുടങ്ങിയിട്ടുള്ള രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിസ് എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ്, വിച്ച് മീൻസ് കോമൺ കമ്മ്യൂണിയാലിറ്റി ഓർ ഷെയറിങ്. കമ്മ്യൂണിക്കേർ എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്, വിച്ച് മീൻസ് മേക്ക് സംതിങ് കോമൺ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഷെയറിങ് ഓഫ് ഐഡിയാസ് ഇൻ കോമൺ എന്നാണ് മീൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ്, തോട്ട്സ്, ഇമോഷൻസ്, ഐഡിയാസ് തുടങ്ങിയിട്ടുള്ളതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വോയിസിലൂടെ, സിമ്പിൾസ്, സയൻസ്, എക്സ്പ്രഷൻ തുടങ്ങിയതിലൂടെയൊക്കെ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം. ഇൻഫർമേഷൻസ് ആണെങ്കിൽ, സിമ്പിൾസ് ആണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങൾ എസെൻഷ്യലായിട്ടും വേണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. അതാണ് സെൻഡർ, റിസീവർ, ചാനൽ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഒരു ഡെഫിനിഷൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻ ഓർ ഇമോഷൻസ് ഓഫ് 2 or more പേഴ്സൺസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയനോ ഇമോഷൻസ് ഒക്കെ 2 അതിൽ കൂടുതൽ ആളുകളോ തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ള വില്യം ന്യൂമാൻ ആൻഡ് ചാൾസ് സമ്മറാണ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കമ്മ്യൂണിക്കേഷനിൽ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം, സെൻഡറും റിസീവറും. മെസ്സേജ് കമ്പൽസറി ആണ്. കമ്മ്യൂണിക്കേഷൻ റിട്ടൺ ആവാം, ഓറൽ ആവാം, ജസ്റ്റൽ ആവാം. കമ്മ്യൂണിക്കേഷൻ ഒരു 2-way പ്രോസസ്സാണ്. അവിടെ സെൻഡിങ്, റിസീവിങ് എന്നുള്ള 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. മോട്ടിവേറ്റഡ് റെസ്പോൺസ്, പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്നൊക്കെ ചോദിച്ചാൽ അതിൽ വരുന്നതാണ് ഫസ്റ്റ് സെൻഡർ, ദെൻ മെസ്സേജ്, എൻകോഡിങ്, ചാനൽ, റിസീവർ, ഡീകോഡിങ്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെൻഡർ. സെൻഡർ ഈസ് ദ പേഴ്സൺ ഹു കൺവേസ് ദ മെസ്സേജ്. ആരാണോ മെസ്സേജ് കൺവേ ചെയ്യുന്നത് ആ പേഴ്സണെയാണ് സെൻഡർ എന്ന് പറയുന്നത്. ഇതിനെ സോഴ്സ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ് ആണ് മെസ്സേജ്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻസ്, അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. സെൻഡർ ഷെയർ ചെയ്യുന്ന കണ്ടൻറ്റാണ് മെസ്സേജ്. നെക്സ്റ്റ് എൻകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിസീവർക്ക് സെൻഡറിൻ്റെ മൈൻഡ് ഒന്നും റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ സെൻഡർ എന്താണോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു കാര്യത്തെ, ആ ഒരു കണ്ടൻറ്റിന് എന്ത് ചെയ്യും, ഒരു ലാംഗ്വേജിക്കോ അല്ലെങ്കിൽ പിക്ചേഴ്സിക്കോ സിമ്പിൾസിലേക്കോ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് മീഡിയ അല്ലെങ്കിൽ ചാനൽ എന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ സെൻഡർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഏതൊക്കെ വേസിലൂടെ നമുക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ് മീഡിയയിലൂടെ പറയുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേസ് എന്ന് പറഞ്ഞാൽ ഫോണ്, ലെറ്റർ, ഇൻ്റർനെറ്റ് ഒക്കെയാണ്. നെക്സ്റ്റ് ആണ് റിസീവർ. റിസീവർ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അവരെയാണ് റിസീവർ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫീഡ്ബാക്ക്. റിസീവർ സെൻഡറോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്കിലൂടെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഫസ്റ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേർഡ്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്പോക്കണും ആവാം, റിട്ടണും ആവാം, അതായത് ഓറലും ആവാം, റിട്ടണും ആവാം ഈ കമ്മ്യൂണിക്കേഷൻ. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 ടൈപ്സ് ഉണ്ട്, ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടൺ കമ്മ്യൂണിക്കേഷനും. ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു ത്രൂ സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഴുതുക. അതിപ്പോൾ ലെറ്റർ ആവാം, സർക്കുലർ, റിപ്പോർട്ട്സ്, മെമോസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഐ കോണ്ടാക്റ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, പോസ്റ്റേഴ്സ്, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം നടക്കുന്നത് ഒഫീഷ്യലി ആയിരിക്കും. ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ പ്രോപ്പറും പ്രീ ഡിഫൈൻഡ് ചാനൽസ്, റൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കാഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് ബിറ്റ്വീൻ ഇപ്പോൾ കോവർക്കേഴ്സിൻ്റെ ഇടയിലൊക്കെ വർക്ക് പ്ലേസിൽ നടക്കുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് തികച്ചും അൺഒഫീഷ്യൽ ആയിരിക്കും. ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ ഗ്രേപ്പ് വൈൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിത്തിൻ വൺ സെൽഫ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ പീപ്പിൾസ് അല്ലെങ്കിൽ പേഴ്സൺസ് തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.